ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമം മഹത്വപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. സ്തോത്രം. യേശു ക്രിസ്തു ജീവിക്കുന്നു. മരണത്തെ ജയിച്ച് യേശു ജീവിക്കുന്നു. കല്ലറകളെ തകർത്ത് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. റോമൻ സർക്കാരിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ തകർത്തുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. യേശു എന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു കഷ്ടമനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അരിമത്തിക്കാരൻ യൗസേപ്പിൻ്റെ കല്ലറയിൽ നീക്കോദീമോസും യൗസേപ്പും ചേർന്ന് ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ജീവിക്കുന്നു. യേശു പ്രവർത്തിക്കുന്നു. യേശു നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുന്നു. ഇതെല്ലാം ചില നിത്യസത്യങ്ങളും തീരാത്ത ചില യാഥാർത്ഥ്യങ്ങളുമാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ദൈവരാജ്യത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് യേശു കൂടുതൽ പറഞ്ഞത്. അത് വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ്. നാം ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഈ ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളോ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ? ഏത് കാര്യങ്ങളാണ് നാം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പറയുന്നത്, ഏറ്റവും കൂടുതൽ മിണ്ടുന്നത്, ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്? നാം ഇന്ന് ഒരു ദിവസത്തെ നമ്മുടെ ജീവിതം എടുത്താൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാം ചിന്തിച്ച വിഷയം ഏതാണ്? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതാണ് നമ്മുടെ വായിലൂടെ പുറത്തു വരുന്നത്. നാം നമ്മെ തന്നെ ശോധന ചെയ്താൽ നമ്മുടെ ലക്ഷ്യം സ്വർഗമോ അതോ ഈ ഭൂമിയോ എന്ന് മനസ്സിലാകും. ഇന്ന് അനേകർ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവർ പോലും, യേശുവിനെ അന്വേഷിച്ചിറങ്ങുന്നവർ പോലും ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ നടക്കണം. ഈ ലോകത്തിൽ രോഗം മാറണം. തീർച്ചയായും രോഗം മാറണം. ഈ ലോകത്തിൽ കടബാധ്യതകൾ മാറണം. നിശ്ചയമായും കടബാധ്യതകൾ മാറിയല്ലേ പറ്റൂ. തീർച്ചയായും മാറണം. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലെ കെടുതികൾ മാറണം, കഷ്ടപ്പാടുകൾ മാറണം, നിരാശകൾ മാറണം, ഇന്നത്തെ സാഹചര്യങ്ങൾ മാറണം. നല്ല ഭവനം കിട്ടണം, നല്ല വരുമാന മാർഗങ്ങൾ വേണം, കുഞ്ഞുങ്ങൾ ജനിക്കണം, വിവാഹങ്ങൾ നടക്കണം, കുഞ്ഞുങ്ങൾ വളരണം, അവർക്ക് വിദ്യാഭ്യാസം കിട്ടണം, അവർക്ക് ജോലി കിട്ടണം, അവർക്ക് വരുമാന മാർഗങ്ങൾ കിട്ടണം, അവരുടെ വിവാഹം നടക്കണം, കൊച്ചുമക്കളുണ്ടാകണം. എല്ലാം ആവശ്യമാണ്. ആവശ്യത്തിന് ഒരു തെറ്റുമില്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം എവിടെയാണ്? യേശുക്രിസ്തു ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. നാം ഒന്ന് ശോധന ചെയ്യൂ. ഞാൻ ആരെയും വിധിച്ചുകൊണ്ടല്ല പറയുന്നത്. ഞാൻ എന്നോടും കൂടി പറഞ്ഞുകൊണ്ട്, എന്നെയും കൂടി ശോധന ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വാക്കുകൾ പറയുന്നത്. ദൈവജനമേ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം എവിടെയാണ്? നമ്മുടെ നിക്ഷേപമുള്ളിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കും. ഈ ഭൂമിയിലാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ, ഈ ഭൂമിയിലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ഈ ഭൂമിയിലെ ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ഹൃദയം അവിടെ ഇരിക്കും. ആ ലോകത്തെ ചുറ്റുപറ്റിയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ വിഷയം. എന്നാൽ ഒരു വിരോധാഭാസം എന്ന് തോന്നുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് പറഞ്ഞു, മുന്നമേ യേശുവിൻ്റെ രാജ്യവും യേശുവിൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഇന്ന് ഭൂമിയിലെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി തത്രപ്പെടുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. എന്നാൽ അതൊന്ന് മാറ്റി, ആ ചിന്താഗതി ഒന്ന് മാറ്റി, എൻ്റെ കർത്താവേ, ഞാൻ ഉയരത്തിലുള്ള ചിന്തിക്കും, ഞാൻ സ്വർഗരാജ്യത്തിലുള്ള ചിന്തിക്കും, എൻ്റെ നിത്യജീവന് വേണ്ടിയുള്ള ചിന്തിക്കും, എൻ്റെ നിത്യസ്വർഗത്തിന് വേണ്ടിയുള്ള ചിന്തിക്കും. കർത്താവേ, അങ്ങനെ നാം ഓരോരുത്തരും നമ്മുടെ ആത്മീയ ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ കർത്താവ് നടത്തിക്കൊള്ളും. ഇതൊരു വലിയ ആത്മീയ മർമ്മമാണ്. അനേകർക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം ലഭിക്കുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു, നിറവടിയായി അനുഗ്രഹിച്ചു, സമൃദ്ധിയായി അനുഗ്രഹിച്ചു, എനിക്ക് നിറവ് തന്നു, എല്ലാ സാമ്പത്തിക നിറവ്, വീട്, വലിയ വലിയ വീടുകൾ, മണിമാണികൾ, വാഹനങ്ങൾ, വസ്തുവകൾ എല്ലാം കർത്താവ് എനിക്ക് തന്നു. മോനെ, നിൻ്റെ ആത്മാവിൻ്റെ കാര്യമോ?
നിന്റെ നിത്യതയുടെ കാര്യമോ? സ്തോത്രം. പാട്ടുകാരൻ പാടി, ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? ലാസ്റ്റ് എന്താകും? അവസാനം എന്താകും? ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? അവസാനം എന്താകും? ആത്മാവിന് വേണ്ടി കരുതുക. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു 40 രാവും 40 നാളോളം യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു. ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള വെളിപ്പാടുകൾ അവർക്ക് പകർന്നു കൊടുത്തു. ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള ഉന്നതമായ കാഴ്ചപ്പാട് ദൈവം പകർന്നു കൊടുത്തു. കർത്താവിന് സ്തോത്രം. ഇന്ന് അനേകം നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളുമായി മനുഷ്യർ പോകുന്നത് ആത്മാവിൻ്റെ രക്ഷയ്ക്കാണോ? ദൈവരാജ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണോ? അല്ല പ്രിയരെ. ഈ ഭൂമിയിലെ കാര്യങ്ങൾ നടക്കണം, പക്ഷെ അതൊരു മുഖാന്തരമാണോ? അല്ല. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം കരുതുമ്പോൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾ കർത്താവ് നോക്കിക്കൊള്ളും. ഇത് അനേകായിരം മനുഷ്യരുടെ അനുഭവമാണ് പ്രിയരെ, എൻ്റെയും അനുഭവമാണ്. ഞാൻ വളരെ ദരിദ്ര കുടുംബത്തിൽ, ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാത്ത ഒരു കുടുംബത്തിൽ, കൂലിവേലക്കാരായ മാതാപിതാക്കളുടെ 3 ആൺമക്കളിൽ ഇളയവനായിട്ട് ഞാൻ ജനിച്ചത്. അപകർഷതാബോധം തിങ്ങിയ ജീവിതം, ബാല്യകാലം, ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ നിരാശപ്പെട്ട് കഴിഞ്ഞ കാലം ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്കൂളിൽ ചോറ് കൊണ്ടുപോകാനില്ലാതെ സ്കൂളിൽ നിന്ന് കിട്ടുന്നതായി, ഉച്ചയ്ക്ക് കിട്ടുന്നതായി ഉപ്പുമാവ് കഴിക്കാൻ കൊതിച്ച കാലം, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ദുർഗന്ധം വമിക്കുന്ന ചാക്കരയുടെ ചോറ് ഉണ്ണാൻ അതുപോലുമില്ലാതെ സങ്കടപ്പെട്ട കാലങ്ങൾ. ഹല്ലേലൂയ. എത്രയോ വീടുകളുടെ അടുത്ത് ചെന്ന്, അടുക്കള വശത്ത് ചെന്ന് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം തരാമോ എന്ന് ആർത്തിയോടെ ചോദിച്ച കാലങ്ങൾ. ആ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒരല്പം പറ്റിട്ട് തരുമ്പോൾ ആർത്തിയോട് വലിച്ചു കുടിച്ച കാലങ്ങൾ. ഒരു നല്ല ജീവിതം ഉണ്ടാവുമെന്ന് ചിന്തിച്ചില്ല, സ്വപ്നം കണ്ടിട്ടില്ല പ്രിയരെ. നല്ലൊരു സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്രമാത്രം തകർന്ന് തരിപ്പണമായ ഒരു ജീവിതമായിരുന്നു എൻ്റേത്, എൻ്റെ കുടുംബത്തിൻ്റേത്. ഞാനും എൻ്റെ സഹോദരങ്ങൾ, ചേട്ടന്മാർ 2 പേരും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ദുഃഖിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, നിരാശപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾക്ക് ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാനിടയായി. ആ വചനം ഞങ്ങളെ ജീവിപ്പിച്ചു. ക്രിസ്തു ഞങ്ങൾക്ക് പ്രത്യാശ തന്നു. ക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങൾക്ക് കാഴ്ചപ്പാട് തന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് ദാരിദ്ര്യം മാറിയില്ല. ഈ ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടതിന് ശേഷവും കൂലിവേലയ്ക്ക് പോയിട്ടുണ്ട്, റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ട്. എന്തിനു പറയണം, ഞാൻ 15-ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം കൂലിവേല എടുത്തിട്ടാണ് ഒരു നല്ല പാൻസും ഷർട്ടും വാങ്ങിച്ചിട്ടത്. എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ കുടുംബമായി ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. ഞാനത് അധികം വിസ്തരിച്ച് പറയുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ വചനം ഞങ്ങളെ വിടുവിച്ചു. മുന്നമേ യേശുവിൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കണ്ണുകാഴ്ച തന്നു. അങ്ങനെ യേശുവിന് വേണ്ടി ജീവിതം കുടുംബമായി സമർപ്പിച്ചു. കർത്താവിൻ്റെ കാര്യം 1-ാം സ്ഥാനമെന്നുള്ള ചിന്തയോടെ മുന്നോട്ട് പോകുവാൻ, ഉള്ളതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കാര്യം കർത്താവ് ഏറ്റെടുത്തു. ഇന്ന് ഉണ്മാനും ഉടുക്കുവാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും കർത്താവ് ഞങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യം ഭൂമിയിലല്ല, ഇന്ന് ഞങ്ങളുടെ ആശ്രയം ഈ ഭൂമിയിലെ ഒന്നിലുമല്ല. എൻ്റെ കർത്താവിൻ്റെ രാജ്യം, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങണം, അനേകരെ ഒരുക്കണം. അതുകൊണ്ടാണ് എന്നും രാവിലെ 5:30 ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫോർ മൈ ജീസസ്, സാജു ആൻഡ് സാലി എന്നുള്ളതായ ആ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും കർത്താവിൻ്റെ വചനം പറയുന്നത്, TV പ്രോഗ്രാമുകൾ നടക്കുന്നത്. എല്ലാ ഞായറാഴ്ച എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാലി എഴുതിയതോ ഏതെങ്കിലും ദേവദാസന്മാർ എഴുതിയ ഗാനങ്ങൾ മുടക്കം കൂടാതെ എല്ലാ ഞായറാഴ്ചയും സംപ്രേഷണം ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം, യേശുവിൻ്റെ മഹത്വമുള്ള വേലയിൽ ഓടി നടക്കണം. എവിടെയെല്ലാം യേശുവിനെ സാക്ഷിക്കാൻ വിളിച്ചാലും ഓടി പോകുന്നു, യാത്രകൾ ചെയ്യുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ശുശ്രൂഷകൾ ചെയ്യുന്നു. അനേക ദുഃഖത്തിലിരിക്കുന്നവരെ പോയി സന്ദർശിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവരോട് പറയുന്നു. ഒന്നും ആരും നിർബന്ധിച്ചിട്ടല്ല, ആരും ഒന്നും തന്നിട്ടല്ല. സ്വന്തമായി ലഭിക്കുന്നതായ, ജോലി ചെയ്ത് ലഭിക്കുന്നതായ ആ വരുമാനം ഉപയോഗിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഭംഗിവാക്ക് പറയുകയല്ല, എല്ലാം എന്നെ സ്നേഹിച്ച യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം. ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് മറ്റാരെയും പ്രസാദിപ്പിക്കാനല്ല, ഒന്നുമല്ല, വേറെ ഒരു ലക്ഷ്യവുമില്ല. എല്ലാവരും യേശുവിനെ കണ്ടെത്തണം,
എല്ലാവരും നിത്യജീവന്റെ അവകാശികളായി തീരണം. ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഞങ്ങളുടെ നിരാശ മാറ്റി യേശുവിനെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ഞങ്ങളുടെ അഡ്രസ്സ് മാറ്റി തന്നൊരു യേശുവുണ്ട്. ഞങ്ങളുടെ മേൽവിലാസം നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ വീട്ടുപേര് പറഞ്ഞാൽ ആരും അറിയുകയുണ്ടായിരുന്നില്ല. ഭ്രാന്തന്മാരുടെ കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ 3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ചിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ആ കുടുംബത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുമായിരുന്നു എല്ലാവരും, അതാണ് ഭ്രാന്തന്മാരുടെ കുടുംബമെന്ന്. ഓലിക്കൽ കുടുംബം ഭ്രാന്തന്മാരുടെ കുടുംബം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കളെന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. അന്നെല്ലാം നിരാശയോടെ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ കരച്ചിൽ മാറ്റി തന്നൊരു യേശുവുണ്ട്. ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചൊരു യേശുവുണ്ട്. ഞങ്ങളുടെ നിരാശ മാറ്റി തന്നൊരു യേശുവുണ്ട്. ഈ തിരുവചനം ഞങ്ങൾക്ക് ജീവൻ തന്നു. ഈ തിരുവചനം ഞങ്ങൾക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി തന്നു. കാൽവരി ക്രൂശിൽ യാഗമായ യേശു ക്രിസ്തു, അവസാനത്തുള്ളിൽ രക്തമരി ഊറ്റി തന്ന യേശു ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ, ഞങ്ങൾക്ക് നിത്യജീവന്റെ അവകാശം തരാൻ, കഴിഞ്ഞകാല പാപങ്ങൾ മാറ്റുവാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായി പകർന്നു വന്ന ഭ്രാന്തിൻ്റെ ബാധ മാറ്റുവാൻ, ശാപബന്ധങ്ങൾ അഴിക്കുവാനാണ് യേശു ക്രൂശിൽ മരിച്ചതെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് കർത്താവ് കണ്ണുകാഴ്ച തന്നു. പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിപ്പാൻ തന്നെ ദൈവോത്തരം പ്രത്യക്ഷനായി എന്നുള്ള ജീവന്റെ വചനം എൻ്റെ പിതാവിൻ്റെ ഭ്രാന്ത് രോഗം എന്നേക്കുമായി മാറ്റി. 12 ഗുളിക ഡെയിലി കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ പിതാവ് പൂർണ്ണ സന്തോഷവാനായി കഴിഞ്ഞ 46 വർഷത്തോളമായി ഒരു രോഗവുമില്ലാതെ, ഈ രോഗത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ പൂർണ്ണ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു. 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച എൻ്റെ അമ്മ സമാധാനമില്ലാത്തതുകൊണ്ട് ഇന്ന് സന്തോഷവതിയായി ജീവിക്കുന്നു. ഞങ്ങൾ സഹോദരങ്ങൾ ഐക്യമായി ജീവിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബം സ്വർഗമാണ്. നരകതുല്യമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗമാക്കി തീർത്തത് ആരാണ്? യേശുക്രിസ്തുവാണ്. ആ യേശുവിൻ്റെ വചനം, ആ യേശുവിൻ്റെ വചനം നിങ്ങളെയും മാറ്റും. യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനൊരു തെളിവാണ് ഞങ്ങളുടെ ജീവിതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ സഹോദരങ്ങളും പാരമ്പര്യമായി 3 തലമുറ കഴിഞ്ഞ് 4ാമത്തെ തലമുറയിലേക്ക് പകർന്നു വരേണ്ട ആ ശാപം പേറി അർത്ഥനഗ്നരായി, താടി രോമങ്ങളെല്ലാം നീട്ടി വിരൂപരായി ഏതെങ്കിലും പട്ടണത്തിലൂടെ അലിഞ്ഞു നടക്കേണ്ടവരായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് സുബോധം തന്നൊരു യേശുവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ സഹോദരൻ മൂവാറ്റുപുഴയിൽ നടന്ന സ്ഥാപനത്തിൽ ഏതാണ്ട് 4500 പേരോളം പേര് ജോലി ചെയ്യുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റും വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സ്ഥാപനമായ സ്ഥാപനം വർക്ക് ചെയ്യുന്നു. ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്ഥിതി മാറ്റുന്നൊരു യേശുവുണ്ട്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. 15ാമത്തെ വയസ്സിൽ കൂലിവേലയെടുത്ത് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങാൻ കൊതിച്ച ഞാൻ ആ സ്ഥാപനത്തിൽ ഒരു ഡയറക്ടറായി അനേക വർഷങ്ങൾ ജോലി ചെയ്തു. ഇപ്പോഴും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്ഥിതി മാറ്റുന്ന യേശുവുണ്ട്. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങണം. നിത്യസ്വർഗത്തെ നാം ലക്ഷ്യമാക്കി ജീവിക്കണം. ഒരു ദൈവരാജ്യമുണ്ട് പ്രിയരെ. ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. നമുക്ക് വേണ്ടി ദൈവം നരകം ഉണ്ടാക്കിയിട്ടില്ല. പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയതാണ് നരകം. എന്നാൽ ഈ നരകത്തിൻ്റെ അവകാശിയായ പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ ക്ഷണിച്ചു വരുത്തി പിശാചിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ നാം ചെയ്താൽ പിശാച് പോകുന്ന നരകത്തിൽ നാം പോകേണ്ടി വരും. അത് ദൈവം നമ്മെ തള്ളിവിടുന്നതല്ല, നാം സ്വയമേവ പോകുന്നതാണ്. എന്നാൽ സ്വർഗത്തിൻ്റെ അധികാരി ഉടമസ്ഥനുമായി യേശുവിനെ നാം രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചാൽ യേശു പോകുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് എത്താൻ കഴിയും. ഹല്ലേലൂയ. ആ ഭാഗ്യ പദവി തരാനാണ് കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായത്. ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കണ്ടുകൊണ്ട് ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടി കരുതും, നിത്യതയ്ക്ക് വേണ്ടി കരുതും, എൻ്റെ ദൈവത്തെ മുൻനിർത്തി ജീവിക്കുമെന്ന് നിങ്ങൾ ഇന്ന് ഒരു തീരുമാനമെടുത്താൽ കർത്താവ് നിങ്ങൾക്ക് നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തരും. നിത്യസ്വർഗത്തിൻ്റെ കാഴ്ചപ്പാട് തരും. എങ്ങനെ ഒരുങ്ങണം, എങ്ങനെ നിങ്ങളുടെ ജീവിതം മാറ്റണമെന്നുള്ള ചിന്തകൾ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. അതൊരു ഭാഗ്യമാണ്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യ പദവി നിങ്ങൾക്ക് കർത്താവ് തരട്ടെ. ആ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ. നിങ്ങൾ ഈ ലോകത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കാതെ സ്വർഗരാജ്യം, സ്വർഗത്തിലെ നന്മകൾ, ദൈവരാജ്യത്തിൻ്റെ അവകാശം, അങ്ങനെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചിന്തിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും യേശു നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന ആ വലിയ സത്യം നിങ്ങളെ അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾക്കുമായി സംസാരിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഞങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് അതിനിടയാക്കട്ടെ. ദൈവം നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.